നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളിവിടെ നിന്ന് ആരംഭിക്കുകയാണ്. അപ്പോൾ കൊറോണയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എടുക്കാം. നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എടുക്കുന്ന പാഠങ്ങൾ നിങ്ങൾ നോട്ട് ഉണ്ടാക്കണം. ഞാൻ അപ്പോൾ ചെയ്യിക്കും, പ്രോബ്ലംസ് ചെയ്യിപ്പിക്കും. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ വർക്കൗട്ട് ചെയ്യണം. വെറുതെ കണ്ടുവിട്ടാൽ പോരാ, നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു ട്യൂഷൻ നമ്മൾ ശരിക്കും ആരംഭിക്കുമ്പോൾ ഈ നോട്ട്ബുക്കൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഭാരമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ അന്നന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അന്നന്ന് തന്നെ നോട്ട്ബുക്കിലേക്ക് പകർത്താം. നമ്മൾ ആദ്യത്തെ പാഠം കൺസ്ട്രക്ഷനാണ്. അപ്പോൾ വരച്ച് നോക്കണം. വെറുതെ കണ്ടുവിട്ടാൽ പോരാ, വരച്ച് നോക്കണം. അവിടെ സംശയം കാണും. അപ്പോൾ സംശയം നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുക, മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ അതിനുള്ള മറുപടി തരാം. അപ്പോൾ നിങ്ങൾ ഉഴപ്പരുത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാഠത്തിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പാഠം എന്താണ്? ആദ്യത്തെ പാഠം ഏരിയയാണ്. ആദ്യത്തെ പാഠം. അപ്പോൾ നമുക്ക് പടം വരച്ചാൽ തുടങ്ങാം അല്ലേ? എ ബി എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. അറിയാമല്ലേ? എ ബി ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ എ ബിക്ക് പാരലലായിട്ട് സമാന്തരമായിട്ട് നമ്മൾ വേറൊരു ലൈൻ വെക്കാൻ പോവാണ്. പാരലൽ അറിയാലോ, രണ്ട് വരകളും ഒരുമിച്ച് ഒരിക്കലും കൂട്ടിമുട്ടില്ല. നീണ്ടു പോണ വരകളാണ് പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ബിക്ക് പാരലലായിട്ട് നമ്മളിവിടെ എന്ത് വരച്ചു? സി ഡി എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചു. അപ്പോൾ എന്താണ്? എ ബി എന്ന് പറഞ്ഞ ലൈനും സി ഡി എന്ന് പറഞ്ഞ ലൈനും പാരലാണ്. ഇത് നമ്മൾ ഒരിക്കലും കൂട്ടിമുട്ടില്ല. എന്തോ ഒരു നീറ്റിയായി അല്ലേ? അത് നമ്മൾ എന്ത് ചെയ്തു? ഈ എ ബി ബേസ് ആയിട്ട് ഈ സി ഡിയും മുട്ടണ കുറേ ട്രയാങ്കിൾസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്താ വരയ്ക്കാം? എ ബി ബേസ് ആയിട്ട് സി ഡിയും മുട്ടണ ട്രയാങ്കിൾ. അപ്പോൾ നോക്കാം, ഇതൊരു ട്രയാങ്കിൾ ഉണ്ടോ? എ ബി ബേസ് ഈ ലൈനിൽ മുട്ടി. അപ്പോൾ നമ്മൾ എന്താ പി. ഇപ്പോൾ ഇത് ട്രയാങ്കിൾ എ പി ബി ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലേ? ഇനി വേറെ ട്രയാങ്കിൾ വരയ്ക്കാം നമുക്ക്. എ പി ബി എ ഇ ബി എന്ന് പറയുന്നത് വേറെ ട്രയാങ്കിൾ. അങ്ങനെ പല പല ട്രയാങ്കിൾ വരയ്ക്കാണ്. എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസ് എ ബി തന്നെയാണ് എല്ലാത്തിനും കേട്ടോ. എഫ് ജി എച്ച്. ഐ. അപ്പോൾ നോക്കിയേ, കുറേ ട്രയാങ്കിൾ വെച്ചിട്ട് നമ്മുടെ ഏതൊക്കെ ട്രയാങ്കിൾ ഉണ്ടാവും? എ പി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. എ ഇ ബി എന്ന് പറയുന്നത് വേറെ ട്രയാങ്കിൾ ആണ്. എ എഫ് ബി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. എ ജി ബി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. എ എച്ച് ബി എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ ആണ്. എ ഐ ബി എന്ന് പറയുന്നത് വേറെ ട്രയാങ്കിൾ ആണ്. പിന്നെ എന്ത് പ്രത്യേകത എന്തായിരിക്കും? ഈ എല്ലാ ട്രയാങ്കിളിൻ്റെയും ഏരിയകൾ സെയിം ആയിരിക്കും. ഏത് ട്രയാങ്കിൾ എടുത്താലും ഈ ട്രയാങ്കിളിലൊക്കെ ഏരിയകൾ സെയിം ആണ്. വെച്ച് കഴിഞ്ഞാൽ എന്താ? എ പി ബിയുടെ ഏരിയ തന്നെയായിരിക്കും എ ഇ ബിയുടെ. അങ്ങനെ ഏത് ട്രയാങ്കിൾ എടുത്താലും ഈ ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഏരിയ എന്ന് പറയുന്നത് പരപ്പളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ത്രികോണത്തിന്റെ പരപ്പളവ് സെയിം ആയിരിക്കും. എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയകളൊക്കെ നോക്കിയില്ല, ഈ ട്രയാങ്കിൾ ത്രികോണങ്ങളൊക്കെ സെയിം ബേസിലാണ്. സെയിം ബേസ് ഈ എ ബി എന്ന് പറഞ്ഞ സെയിം ബേസിലാണ് നമ്മൾ ഈ ട്രയാങ്കിളൊക്കെ വരച്ചത്. ഈ സി ഡി എന്ന് പറഞ്ഞ ലൈനിനെ ടച്ച് ചെയ്തത്. അതുകൊണ്ട് എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പാഠത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവരും മേടിച്ചാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? പേജ് നമ്പർ 9 മുമ്പൊക്കെ ഇൻട്രൊഡക്ഷൻ ആണെന്ന് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവും. നമ്മൾ ശരിക്കും പാഠം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇപ്പോൾ പേജ് നമ്പർ 9 ഒരു ബോക്സ് നിങ്ങൾ കാണും. ബോക്സ് നോക്കിയേ, നമ്പർ 9 ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ബോക്സിൽ അവർ എഴുതിയത്. അപ്പോൾ നിങ്ങൾ ഈ ബോക്സ് പകർത്തി ചെയ്താൽ അതുപോലെ ഈ പടം വരച്ചോ. അപ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എല്ലാ ട്രയാങ്കിളും ഈ എ ബിയും സി ഡി എന്ന് പറഞ്ഞ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിൽ എ ബി ബേസ് ആയിട്ട് തന്നെ എല്ലാ ത്രികോണത്തിന്റെയും പരപ്പളവ് ഈ ഏരിയ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പിന്നെ എന്താണ് വേറെ രീതി പറയുകയാണെങ്കിൽ ഈ ഏരിയകളൊക്കെ സെയിം ആയ ട്രയാങ്കിളുകൾ ഇല്ലേ? ആ ട്രയാങ്കിൾ ഈ ട്രയാങ്കിളൊക്കെ കിടക്കുന്നത് ഈ രണ്ട് പാരലൽ ലൈനിന്റെ ഇടയിലാണ്. എ ബി എന്നും സി ഡി എന്ന് പറഞ്ഞ പാരലൽ ലൈനിന്റെ ഇടയിലാണ് ഈ ട്രയാങ്കിളുകളൊക്കെ കിടക്കുന്നത്. അതൊക്കെ തൊട്ടടി തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm, 5 cm and 6 cm. Now we can draw an isosceles triangle the same base and area. തൊട്ടാണ് ബോക്സിന് തൊട്ടടിയിൽ തന്നെ ഒരു കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം.
അപ്പോൾ എന്താണ് പറയുന്നത്? ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അല്ലേ? 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വശങ്ങളായിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ് വേണം, എല്ലാവരും ഇൻസ്ട്രുമെന്റ് ബോക്സ് ഒക്കെ എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററുള്ള ത്രികോണം വരയ്ക്കാൻ പോവാം. അപ്പോൾ നിങ്ങൾ സ്കെയിൽ മനസ്സിലൊക്കെ എടുത്ത് വേണം വരയ്ക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇതിന് അല്ലാണ്ട് വരച്ച് കാണിച്ചത്. AB 6 സെന്റിമീറ്റർ സ്കെയിൽ എടുത്ത് വരയ്ക്കണേ. AB മെഷർ ചെയ്ത് വരയ്ക്കണം. AB എന്ന് പറഞ്ഞ ലൈൻ 6 സെന്റിമീറ്റർ എടുത്ത് വരച്ചു. രണ്ട് വശങ്ങളും വേണം, ഒരെണ്ണം 4 സെന്റിമീറ്ററും ഒരെണ്ണം 5 സെന്റിമീറ്ററും. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സ്കെയിലും കോമ്പസും എടുക്കുക. സ്കെയിലും കോമ്പസ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഇതിൽ 4 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്തെടുക്കുക. അറിയാമോ? ഇങ്ങനെ 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. 4 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുത്തേണ്ടത് നമ്മൾ എ എന്ന പോയിന്റിൽ ഏല് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഏല് കുത്തിയിട്ട് ഒരു ആർക്ക് കട്ട് ചെയ്യാം. ഇതെടുത്താണ് 4 സെന്റിമീറ്റർ എടുത്താണ്. അത് നമ്മൾ എ എന്ന പോയിന്റിൽ കുത്തിയിട്ട് ഒരു ആർക്ക് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്യും. എന്ത് ചെയ്യണം? നമുക്ക് ബി ഉണ്ടല്ലേ, ആ വശം ഏതാണ്? 5 സെന്റിമീറ്റർ ബാക്കിയുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കെയിലില് 5 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യണം? ബിയിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ആർക്ക് ഈ പോയിന്റില്ലേ, ഈ ആർക്ക് നമ്മൾ കൂട്ടി മുട്ടിയാണ് പോയിന്റ്, നമുക്കൊരു പേര് കൊടുക്കാം, സി എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? എയും സിയും തമ്മിൽ യോജിപ്പിക്കുക. സ്കെയിൽ ചെയ്യണം. സിയും ബിയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ഇടും. ഇവിടെ 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരച്ചില്ലേ? 6ഉം 4ഉം 5ഉം വശങ്ങളായിട്ടുള്ള ഒരു ത്രികോണം നമ്മളിപ്പോൾ വരച്ചു. അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് ചോദിച്ചത്? ഈ സെയിം ഏരിയയും സെയിം ബേസും സെയിം ഏരിയ ആയിട്ടുള്ള ഒരു ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് ചോദ്യം. സെയിം ഏരിയ ആയിരിക്കണം, സെയിം ബേസും ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ അടുത്തെടുക്കുന്നത് നിങ്ങളുടെ സെറ്റ് സ്ക്വയർ. ഇതാണ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ എടുക്കാം. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് സെറ്റ് സ്ക്വയറിന്റെ ഈ വലിയ മാർക്കിംഗ് വന്ന വശങ്ങളില്ലേ, ഈ മാർക്ക് വന്ന വശം ഈ ബേസിന്റെ ഇങ്ങനെ വയ്ക്കാം. എന്ത് ചെയ്യുക? സ്കെയിൽ എടുക്കുക. സ്കെയിൽ ഇതിനോട് യോജിപ്പിച്ച് തന്നെ വെക്കാം. ഇങ്ങനെ എന്ത് ചെയ്യുക? സ്കെയിൽ നിങ്ങൾ അനക്കാൻ പാടില്ല. സ്കെയിൽ നിങ്ങൾ ഫിക്സ്ഡ് ആക്കി വെക്കുക. ഉറപ്പിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ സെറ്റ് സ്ക്വയർ നിങ്ങൾ മുകളിലേക്ക് പൊന്തിക്കുക. മുകളിലേക്ക് പൊന്തിച്ച് എവിടെ വരെ പൊന്തിക്കണം? ഈ സി എന്ന പോയിന്റിൽ സെറ്റ് സ്ക്വയർ മുട്ടുന്ന വരെ പൊന്തിച്ചാൽ മതി. അപ്പൊ സി എന്ന പോയിന്റിൽ മുട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ നിന്ന് ഒരു വര വരയ്ക്കാം. നിങ്ങൾ സ്കെയിൽ വെച്ച് വരയ്ക്കുക. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിച്ചത്. അപ്പൊ എന്താണ്? എ ബി എന്ന ലൈനിന് പാരലായിട്ട് വന്ന ലൈനാണ് EF. പേര് കൊടുത്തു EF. അപ്പൊ AB EF പാരലൽ ലൈൻസ് ആണ് കിട്ടി. നമുക്ക് എന്താ വേണ്ട? ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറയുന്നത്. സെയിം ഏരിയ ആൻഡ് സെയിം ബേസ്. എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ കോമ്പസ് എടുക്കുക. ഈ ABയുടെ പകുതി കൂടുതൽ നീളം കോമ്പസിൽ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, മെഷർ ചെയ്യുക. ഏല് കുത്തിയിട്ട് ABയുടെ പകുതി കൂടുതൽ നീളം എടുക്കുക. ഏല് കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഏല് കുത്തിയിട്ട് ഒരു ആർക്ക് വരയ്ക്കാം. താഴെ അതേപോലെ ആർക്ക് വരയ്ക്കാം. ശ്രദ്ധിക്കുക, ഏല് കുത്തിയിട്ട് മുകളിലും അതേപോലെ തന്നെ താഴെ. മെഷർമെന്റ് വ്യത്യാസം വെച്ചിട്ട് പകുതി കൂടുതൽ ലെങ്ത് എടുക്കുക. ഏല് കുത്ത, ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ തന്നെ താഴേക്കും ആർക്ക് കട്ട് ചെയ്യുക. എന്ത് ചെയ്യുക? സെയിം മെഷർമെന്റ്. കോമ്പസിൽ മാത്രം വരത്തരുത്, സെയിം തന്നെ എന്ത് ചെയ്യുക? ഡിയിൽ കുത്ത, ഇവിടേക്ക് ആർക്ക് കട്ട് ചെയ്യുക. അടിയിലും മുകളിലും. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ രണ്ട് ആർക്കുകൾ നമ്മൾ കൂട്ടിമുട്ടിയാണ് നമുക്ക് കാണാൻ പറ്റും. ഈ ആർക്കുകൾ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാം. ആർക്കും ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നുണ്ട്. എന്ത് ചെയ്യാനും ഈ ജോയിൻ ചെയ്ത അപ്പോൾ നിങ്ങൾക്ക് വര കിട്ടി. ഇനി എന്ത് ചെയ്യണ്ടേ? ഈ പാരലൽ ലൈനിൽ ഇവിടെ ഈ പോയിന്റ് മുട്ടിയിട്ടില്ലേ? പാരലൽ ലൈനിൽ മുട്ടിയാണ് ആ വര എടുക്കുക. അത് G എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ Aയും Gയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഈ Bയും Gയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് റിക്വയർഡ് ഐസോസെലസ് ട്രയാങ്കിൾ കിട്ടി. ഇത് നമ്മൾ ഈ ഏരിയ ഈ ട്രയാങ്കിൾ കിട്ടിയ ട്രയാങ്കിൾ ജസ്റ്റ് മാർക്ക് ചെയ്തു.
ഇതാണ് നമ്മുടെ റിക്വയർഡ് ഐസോസെലസ് ട്രയാങ്കിൾ. സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരയ്ക്കേണ്ടത്? 6 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും വശങ്ങളായിട്ടൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിനെന്ത് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് തന്നെ എ ബി എന്നൊരു 6 സെന്റിമീറ്റർ വരയ്ക്കുക. 4 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. എയിൽ കുത്തിയിട്ട് ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബിയിൽ എത്ര എടുക്കുക? 5 സെന്റിമീറ്റർ എടുക്കുക, ആർക്ക് കട്ട് ചെയ്യുക. ആ ആർക്കുകൾ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്ക് 6 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് അടുത്ത ഇത് പറയുന്നത് ഐസോസെലസ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അത് എങ്ങനെയാണ് വരച്ചത്? നമ്മൾ സെറ്റ് സ്ക്വയർ എടുക്കുക. സെറ്റ് സ്ക്വയറിന്റെ നീളമുള്ള വശം ബേസിൽ വെക്കുക. സ്കെയിൽ ഫിക്സ് ചെയ്ത് വെക്കുക. സെറ്റ് സ്ക്വയർ മുകളിലേക്ക് നീക്കുക. എവിടെ വരെ നീക്കണം? ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ വരെ നീക്കണം. അതിൻ്റെ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 പാരലൽ ലൈനിൻ്റെ ഇടയിൽ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി നമുക്ക് അതിൽ നിന്ന് ഐസോസെലസ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ ബേസ് എ ബിയുടെ പകുതി കൂടുതൽ നീളം എടുത്തിട്ട് മുകളിലും താഴെയും എന്ന് ആർക്ക് കട്ട് ചെയ്യുക, ബിയിലും ആർക്ക് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത പോയിന്റ് ഇപ്പോൾ നമുക്ക് ആർക്ക് കിട്ടും. ആ ആർക്കുകൾ നമ്മൾ ജോയിൻ ചെയ്യുക. ഈ ആ പോയിന്റ് ഈ ട്രയാങ്കിൾ പാരലൽ ലൈനിന് എവിടെയാണോ ടച്ച് ചെയ്തതാണ്, ആ ലൈൻ എവിടെയാണോ ടച്ച് ചെയ്തതാണ്, ഈ പാരലൽ ലൈനിൽ അവിടെ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് എയിലേക്കും ബിയിലേക്കും ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ കിട്ടും. റിക്വയർഡ് ഐസോസെലസ് ട്രയാങ്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതേപോലെ ചെയ്യണം. അതുകൊണ്ടാണ് പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരു ട്രയാങ്കിളിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ? ഡ്രോ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു പടം. ഇത് ആ ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആട്ടാ. അപ്പോൾ എന്ത് ചെയ്യാം? ഈ തന്ന ഫിഗർ നമുക്ക് ആദ്യം നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ തന്നിട്ടുണ്ട്. അത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാം. ഇതെങ്ങനെ വരയ്ക്കാം? എ ബി ലൈൻ എത്ര സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാം? 7 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. അത് നെയിം ചെയ്യുക എ ബി. എന്നിട്ട് എന്താ പറഞ്ഞേ? എന്ന് 60 ഡിഗ്രിയിൽ സി ആണ് വരുന്നത്. എന്ന് 60 ഡിഗ്രിയിൽ സി. അപ്പോൾ എന്ത് ചെയ്യുന്നത് അറിയാം? പ്രൊട്രാക്ടർ. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ മെഷർ ചെയ്ത് എയില് പ്രൊട്രാക്ടർ വയ്ക്കുക. എന്ത് മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 0 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. എയില് കിട്ടിയിട്ട് 60 ഡിഗ്രി മാർക്ക് ചെയ്യും. 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഇത് നീട്ടി വരയ്ക്കാം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത്? 7 സെന്റിമീറ്ററും 5 സെന്റിമീറ്റർ ആയിട്ടുള്ള ട്രയാങ്കിളിൽ തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ തന്നെ? കോമ്പസിൽ നമ്മൾ 5 സെന്റിമീറ്റർ എടുക്കുക. 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഈ എയിൽ കുത്തിയിട്ട് 5 സെന്റിമീറ്ററിന്റെ ആർക്ക് നമ്മൾ കട്ട് ചെയ്തു. അപ്പോൾ 5 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ സൈഡ് മെഷർമെന്റ് തന്നിട്ടില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ഇതിനെ വെറുതെ ജോയിൻ ചെയ്താൽ മതി. 2 വശത്തെ മെഷർമെന്റ് തന്നിട്ടുള്ളൂ. അപ്പോൾ 2 വശത്തെ മെഷർമെന്റ് നമ്മൾ നോക്കിയാൽ മതി. മൂന്നാമത്തെ മെഷർമെന്റ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ എ ബി. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് സി എന്ന് പേര് പറഞ്ഞ് വിളിക്കാം. 60 ഡിഗ്രിയിൽ നമ്മൾ എന്ന് സിയിലേക്ക് വരച്ചു. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യാം 60 ഡിഗ്രി അല്ലേ. നമുക്ക് എന്താ വരയ്ക്കാൻ പറയുന്നത്? നമ്മളോട് ഇനി ആംഗിൾ ബി എ പി 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിളാണ് വരയ്ക്കുന്നത്. ഒരു ബി എ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഫസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത മാതിരി പാരലൽ ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻ വരയ്ക്കാനായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ വേണം, സ്കെയിലും വേണം. അപ്പോൾ എന്ത് ചെയ്യാം? പറഞ്ഞു ഈ നീളം മാർക്ക് ചെയ്താണ് ഈ നീളം കൂടി വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തോക്ക് പോലെ പിടിക്കുന്ന ആവശ്യം. എന്ത് ചെയ്യുക? ബേസിൽ മുട്ടിക്കുക. സ്കെയില് യോജിപ്പിച്ച് വെക്കുക. ചേർത്ത് വെക്കണം കേട്ടോ. സ്കെയില് ചേർത്ത് വെക്കുക. ഇത് സ്കെയിൽ നമ്മൾ അനക്കരുത്. സ്കെയിൽ നമ്മൾ ഫിക്സഡ് ആക്കി തന്നെ വെക്കണം. സ്കെയിൽ ഫിക്സഡ് ആക്കി വെച്ചിട്ട് നമ്മൾ എന്ത് മാത്രം അനക്കാവൂ? സെറ്റ് സ്ക്വയർ മാത്രം ഇങ്ങനെ പോക്കാവും കേട്ടോ. പാരലൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സി എന്ന് പറഞ്ഞ പോയിന്റ് ടച്ച് ചെയ്യില്ലേ, അവിടെ വെച്ച് നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ എ ബിക്ക് പാരലൽ ആയിട്ട് ഒരു ലൈൻ ഇവിടെ വരച്ചു. നേരത്തെ വരച്ച മാതിരി തന്നെ നമ്മളോട് പറയുന്നത് എന്താ? ബി എ പി 90 ഡിഗ്രി. അപ്പോൾ എയില് 90 ഡിഗ്രി തന്നെ കണ്ടോ? ബി എ പി എന്നത് എ ആണോ എന്നത്. അപ്പോൾ എയില് 90 ഡിഗ്രി വരണം. അപ്പോൾ 90 ഡിഗ്രി വരുമ്പോൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ യൂസ് ചെയ്യാം.
പ്രൊട്രാക്ടർ എവിടെ വെക്കുക? എയിൽ വെക്കുക. എന്നിട്ട് എത്ര മാർക്ക് ചെയ്യുക? 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. എയിൽ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ നേരെ വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നേരെ വരയ്ക്കുക. എന്ത് ചെയ്യാണ്ട് ഈ പാരലൽ ലൈനിലും ഈ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ ബിയിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും കിട്ടിയത്? ഇവിടെ കിട്ടിയത് 90 ഡിഗ്രി. ഏത്? ഇവിടെ പേരെന്താ കൊടുക്കണ്ടേ? പി. കണ്ടോ? അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ബി എ പി 90 ഡിഗ്രി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടി. നമ്മൾ എന്ത് ചെയ്യുക? ഈ ട്രയാങ്കിൾ നമ്മൾ ഷെയ്ഡ് ചെയ്യും. ത്രികോണം ഷെയ്ഡ് ചെയ്ത് നമുക്ക് മനസ്സിലായത് ബി എ പി 90 ഡിഗ്രി വന്നത് വരയ്ക്കാം. ഞാൻ അടുത്ത് തന്നെ എന്താണ്? ബി സി ക്യൂ 60 ഡിഗ്രി വന്നത് വരയ്ക്കാനാണ് പറഞ്ഞത്. ബി സി ക്യൂ 60 ഡിഗ്രി വന്നത് വരച്ച് കഴിഞ്ഞു. ഞാൻ അടുത്ത് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ അടുത്ത് എന്താ? ബി സി ക്യൂ ഈക്വൽ 60 ഡിഗ്രി വെച്ചൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. നമ്മൾ അതിന് വേണ്ടി വരയ്ക്കണം. സെയിം ട്രയാങ്കിൾ വരയ്ക്കാം. 7 സെന്റിമീറ്റർ ബേസ് നെയിം ചെയ്യുക എ ബി. 60 ഡിഗ്രിയിൽ 5 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്ത് സി ഇവിടേക്ക് ജോയിൻ ചെയ്യാം. നേരത്തെ വരച്ച സെയിം ട്രയാങ്കിൾ. ഇനി നമ്മുടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ബി സി ക്യൂ 60 ഡിഗ്രി എന്നാണ് ചോദിച്ചത് അല്ലേ? ബി സി ക്യൂ 60 ഡിഗ്രി. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് വശം എടുക്കുക? നേരത്തെ നമ്മളോട് ചോദിച്ചത് എ ബി എന്ന വശമായിരുന്നു. അതാണ് നമ്മൾ എ ബി എടുത്തത്. ഇവിടെ ചോദിച്ചു നോക്കിയേ ബി സി ആണ്. അപ്പൊ നമ്മൾ ഏത് സൈഡ് എടുക്കണ്ടേ? ബി സി എന്ന് പറഞ്ഞ സൈഡിലായിരിക്കും എന്ത് വെക്കേണ്ടത്? ബി സി എന്ന് പറഞ്ഞ സൈഡിന് പാരലൽ ആയിട്ടാണ് വേറെ ലൈൻ വെക്കേണ്ടത്. അപ്പൊ നോക്കിയാൽ മതി, ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി കേട്ടോ. ഇപ്പൊ ബി സി, ഇപ്പൊ ബി സിക്ക് ബി സി ബേസ് ആയിട്ട് എന്താ? സെറ്റ് സ്ക്വയർ വെക്കാം. ബി സിയിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെക്കാം. ബി സിയിൽ സെറ്റ് സ്ക്വയർ വെക്കാം. എന്ത് ചെയ്യാം? സ്കെയിൽ നമ്മൾ ഇവിടെ വെക്കാം. സ്കെയിൽ നേരത്തെ തന്നെ അനക്കാമ സ്കെയിൽ ഫിക്സഡ് ആക്കി വെക്കാം. എന്താ ചെയ്യാ? സെറ്റ് സ്ക്വയർ മാത്രം മൂവ് ചെയ്യും. എ എന്ന പോയിന്റിൽ മുട്ടണ വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ എ എന്ന പോയിന്റിൽ മുട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് വരയ്ക്കാം? അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. അതെന്തായിരിക്കും? ഈ ലൈനും നമുക്ക് ഈ ബി സി എന്ന് പറയുന്ന ലൈനും നമ്മൾ വരച്ചില്ലേ, ഈ ലൈനും എന്താണ്? പാരലൽ ലൈൻ ആയിരിക്കും. പാരലൽ വരച്ചു. ഇനി എന്താ ചെയ്യണ്ടേ? നമുക്ക് വേണ്ടത് ബി സിക്ക് ഈക്വൽ 60 ഡിഗ്രി. ഇപ്പൊ എന്താണ്? സിയിൽ എന്ത് വരണം? 60 ഡിഗ്രി വരണം. സിയിൽ 60 ഡിഗ്രി വരാനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാം. പ്രൊട്രാക്ടർ എടുത്ത് എന്ത് ചെയ്യാ? സിയിൽ വയ്ക്കുക. സിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? അവിടെ എന്ത് മാർക്ക് ചെയ്യുക? 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ എടുക്കുക. സിയിൽ വെക്കട്ടെ. സിയിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് നീട്ടി വരയ്ക്കാം. താഴത്തേക്ക് നീട്ടി വരച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബി സി ക്യൂ, ഇനിയും ഈ ലൈനും ഇവിടെ മുട്ടി ലൈനും ഇല്ലേ, ഈ ലൈനും തമ്മിൽ ജോയിൻ ചെയ്യും. ബി സി ഇവിടെ ക്യൂ വര, ഇതാണ് ക്യൂ വര. ഇത് എത്രയാണ് വര? 60 ഡിഗ്രി. വരയ്ക്കുക. ട്രയാങ്കിൾ ഏതാണ്? ബി സി ക്യൂ. ഷെയ്ഡ് ചെയ്യും. ഇതാണ് നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ. മനസ്സിലായിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയുണ്ട്. ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. ആംഗിൾ എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി. അത് ജസ്റ്റ് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കണേ. ജസ്റ്റ് ആദ്യം നേരത്തെ വരച്ച പോലെ സെയിം ട്രയാങ്കിൾ വരയ്ക്കാം. 7 സെന്റിമീറ്റർ എ ബി ബേസ് ആയിട്ട് 7 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കാം. നമ്മൾ 60 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് 5 സെന്റിമീറ്ററിന്റെ ആർക്ക് കട്ട് ചെയ്യാം. സെയിം നേരത്തെ ട്രയാങ്കിൾ വരച്ച സെയിം തന്നെ. എ ബി സി ജോയിൻ ചെയ്തു. നമുക്കിവിടെ വേണ്ടത് എന്താ? എ സി ആർ ഈക്വൽ ടു 30 ഡിഗ്രി ആണ് അല്ലേ? ഇവിടെ ഏത് വശം വരാം? എ സി ആർ ആണ് അല്ലെ? എ സി ആർ. എ സി
സി ആർ ആയതുകൊണ്ട് നമ്മൾ ഏത് വശം എടുക്കുക? എ സി എന്ന വശം എടുക്കുക. എ സി എന്ന വശത്തിൽ എന്ത് വയ്ക്കുക? എ സി എന്ന വശത്തിന് ഒരു സമാന്തര ലൈൻ വരയ്ക്കും. അപ്പൊ എന്ത് ചെയ്യുക? നമ്മൾ തന്നെ സെറ്റ് സ്ക്വയറും സ്കെയിലും കൊടുക്കുക. സെറ്റ് സ്ക്വയർ ഇവിടെ വയ്ക്കുക. എ സി എന്ന വശത്തിന് എ സിയിൽ സെറ്റ് സ്ക്വയർ വയ്ക്കുക. എ സിയിൽ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ സ്കെയിലും വെക്കണം. വെച്ചിട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യാം? ബിയിൽ ടച്ച് ചെയ്യും. ബിയിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. അപ്പൊ അത് മെഷർമെന്റ് എടുത്ത് വരയ്ക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ കിട്ടിയത്. നിങ്ങൾ മെഷർമെന്റ് എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബി വഴി ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ എന്തിട്ടും എ സി എന്ന് പറഞ്ഞ ലൈനും ഈ ലൈനും തമ്മിൽ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. പാരലൽ ആയിരിക്കണം. എന്താണ്? എ സി ആണ് ഇപ്പോൾ 30 ഡിഗ്രി അല്ല. അപ്പൊ എവിടെ 30 ഡിഗ്രി വരിക? സിയിലാണ് 30 ഡിഗ്രി വരുന്നത്. സിയിൽ 30 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ തന്നെ എന്ത് ചെയ്യുക? പ്രൊട്ടാക്ടർ എടുക്കുക. തന്നെ സിയിൽ എന്ത് ചെയ്യുക? എ സി ബേസ് ആയിട്ട് വെച്ചിട്ട് സിയിൽ എന്ത് മാർക്ക് ചെയ്യുക? 30 ഡിഗ്രി മാർക്ക് ചെയ്യുക. 30 ഡിഗ്രി ആണ് മാർക്ക് ചെയ്യുന്നത്. 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്തു? അപ്പൊ ഈ പാരലൽ ലൈനും ഇപ്പൊ ഈ വരച്ച സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഈ പോയിന്റിൽ മുട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? എ സി ആർ ആണ് വേണ്ടത്. എ സി ആർ. ഈ പോയിന്റ് എന്തായിരിക്കും? 6. ഇതെന്തായിരിക്കും? 30 ഡിഗ്രി. എന്താ ജോയിൻ ചെയ്യേണ്ടത്? ഈ എ ആർ നമുക്ക് ജോയിൻ ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ ആണ് ഈ ഇതായിരിക്കും നമുക്ക് ആവശ്യമായ ട്രയാങ്കിൾ. ഇത് 30 ഡിഗ്രി. അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു. നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് നോക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് എഴുതിച്ച് നിർത്താം. നമുക്ക് അടുത്തത് നാളെ ക്ലാസ് തുടങ്ങാം.